പല പ്രോഡക്ട്സും മാറി മാറി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മിസ്മാച്ച്ഡ് ആയിരിക്കും. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിൾ റെമഡി കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് സർക്കിൾ റെമഡിയാണ് കേട്ടോ. അതായത് 100% നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡാർക്ക് സർക്കിൾ റെമഡീസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ഐ സെറംസ്, പിന്നെ ഐ ക്രീം, പിന്നെ ഐ പാക്കുകൾ എന്ന് പറയുന്നത്. ഈ ഐ പാക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീക്ക്ലി ഒരു 2-3 തവണയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഐ സെറം ആൻഡ് ഐ ക്രീംസ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ, വീട്ടിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ. ഇനി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റ് സജഷൻസും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഐ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇങ്ങനെ വാങ്ങി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മറ്റ് സജഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ ഡാർക്ക് സർക്കിൾ റിലേറ്റഡ് ആയിട്ട് തന്നെ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ടും മറ്റു 2 ലോങ് വീഡിയോസും. ഡാർക്ക് സർക്കിളിൻ്റെ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു ലോങ് വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സെറം, ഐ ക്രീംസ്, അതുപോലെ തന്നെ ഐ പാക്ക് ഇതെല്ലാം ഉണ്ടാക്കി യൂസ് ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ചില ആളുകൾ പറയാറുള്ളതാണ്, ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് ഡാർക്ക് സർക്കിൾസിനാണെങ്കിലും മറ്റ് സ്കിൻ പ്രോബ്ലംസിനാണെങ്കിലും ഒരുപാട് പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കി എനിക്കൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അത് എന്തുകൊണ്ടാണ് വർക്കൗട്ട് ആവാത്തത്? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും നമ്മുടെ പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ആ പ്രോഡക്റ്റ് വർക്കൗട്ട് ആവാത്തത്. അതേപോലെ തന്നെ ആ ഡാർക്ക് സർക്കിൾസിന്റെ കേസിലും നിങ്ങൾക്കുള്ള ഡാർക്ക് സർക്കിളിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് ശ്രദ്ധിക്കാം. നമ്മുടെ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്ന 2 ടൈപ്പ് ആയിട്ടുണ്ട്. ഒന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം നമുക്ക് ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾ, അതായത് നമ്മുടെ സ്കിന്നിൽ പല ഭാഗങ്ങളായിട്ട് പല ഡിസ്കളറേഷൻ കാണാം. ഇപ്പൊ കൈമുട്ടിന്റെ അവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാകുന്നത് അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ തന്നെ ഈ ചുണ്ടിന്റെ താഴേക്കായിട്ട് നമുക്ക് ഒരുമാതിരി ഡാർക്ക് ആയിട്ട് ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് ലിപ്സ് എല്ലാം തന്നെ ചില ആൾക്കാരുടെ ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര ഡാർക്ക് ആയിട്ട് ഉണ്ടാവും, അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം ഉണ്ടാവുന്ന ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ഇതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏജിങ് ഉണ്ടാവുന്ന സമയത്ത് എല്ലാം തന്നെ നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോകില്ലേ, അതിനുശേഷം ഉണ്ടാവുന്ന ഡാർക്ക്നെസ്. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായുള്ള കാര്യം, കണ്ണ് കുഴിഞ്ഞു പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്കിന്നിന്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു കണ്ണിന്റെ താഴെയായിട്ട് ഉള്ള സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ട് മാറുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ഡാർക്ക് സർക്കിൾ. ഇതാണ് രണ്ടാമത്തെ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ ഡാർക്ക് സർക്കിളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്, നയസിഡമൈഡ്, ആൽഫ ആർബിറ്റിൻ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് നല്ലൊരു റിലീഫ് കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ സൺസ്ക്രീൻ ഡെയിലി ബേസിസിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കണ്ണിന്റെ അടിയിലാണെങ്കിലും എല്ലാം സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് മാത്രം പുറത്ത് പോകാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെമഡി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് കംപ്ലീറ്റ്ലി മാറാനുള്ള ഒരു, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളിൽ ഒരു കംപ്ലീറ്റ് റെമഡി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ രണ്ടാമത് പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡാർക്ക് സർക്കിൾസ് മാത്രമല്ല, നമുക്ക് കണ്ണിന് താഴെയായിട്ട് ഒരു പഫിനെസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഒരു ഐ ബാഗ് പോലെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഞാനൊരു പിക്ചർ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ ഐ ബാഗ് പോലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇതന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ കഫൈൻ അടങ്ങിയിട്ടുള്ള സെറംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കഫൈൻ അടങ്ങിയിട്ടുള്ള സെറംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെറംസ് എല്ലാം തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെറംസ് ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ഡാർക്ക് സർക്കിളിൽ നിന്ന് ഒരു റെമഡി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൾഡ് പ്രസ് ട്രൈ ചെയ്യാവുന്നതാണ്. എന്താണ് ഈ കോൾഡ് പ്രസ്? അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഐസ് ക്യൂബ് എടുക്കുക, ഡയറക്റ്റ്ലി കണ്ണിൽ താഴെ വെക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ ടവൽ വെച്ചിട്ടോ അതിനെ റാപ്പ് ചെയ്തെടുത്ത ശേഷം കണ്ണിന് താഴെയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഐസ് ക്യൂബ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്പൂണ് ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 10-20 മിനിറ്റിന് ശേഷം നിങ്ങൾ കണ്ണിന് താഴെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ,
ടിപ്പ് നമ്പർ 2 പാക്കുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡാർക്ക് സർക്കിൾ ഏത് ടൈപ്പ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയുള്ള പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ളത്. പാക്കിന്റെ കാര്യത്തിൽ രണ്ട് കൂട്ടർക്കും, അതായത് ടൈപ്പ് 1 ഡാർക്ക് സർക്കിൾ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ടൈപ്പ് 2 ഉള്ള ആൾക്കാണെങ്കിലും ഇനി ഏത് ടൈപ്പ് എന്ന് അറിയാത്തവർക്കാണെങ്കിലും ഈ ഒരു 2 പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് നല്ലോണം വർക്കൗട്ട് ആവും. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് ആയിട്ട് മഞ്ഞപ്പൊടി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടലപ്പൊടി എടുക്കുക, കടലമാവ് എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണിന് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 10 to 15 മിനിറ്റ്സ് മാക്സിമം മതിയാവും. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ചില ആൾക്കാർക്ക് മഞ്ഞപ്പൊടി അലർജിക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ട. അഥവാ വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾ തൈര് യൂസ് ചെയ്യാം. അതെങ്ങനെ ഇറിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാവുക, നമ്മൾ ഈ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു നീറലോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മറ്റൊരു പാക്ക് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത പാക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടർ, കോഫി പൗഡർ ആൻഡ് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിൽ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് നിങ്ങൾ മാറ്റി വെക്കാവുന്നതാണ്. അതിലോട്ട് വളരെ കുറച്ച് നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ റോസ് വാട്ടർ ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഐപാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ടിഷ്യൂ പേപ്പറിനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. ഡിപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫ്രീസറിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു 10 to 5 അല്ലെങ്കിൽ 5 to 10 മിനിറ്റ് 5 മിനിറ്റ് എങ്കിലും ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ആ തണുപ്പോട് കൂടി തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡാർക്ക് സർക്കിൾ ആണെങ്കിലും ശരി പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. 100% വർക്ക് ആവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ടിപ്പ് നമ്പർ 3 ഐ ക്രീംസ് ആണ് കേട്ടോ. ഐ ക്രീംസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാവുന്നതാണ്. വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഐ ക്രീംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഡാർക്ക് സർക്കിൾസ് ഒരുപാട് ഹെവി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഐ ക്രീംസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അല്ലാത്തവർക്ക് ഡാർക്ക്നെസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല എന്നാലും ഒരു ഐ ക്രീം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണെന്നുണ്ടെങ്കിൽ മറ്റ് കുറച്ച് സജഷൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഐ ക്രീംസ് ഉണ്ടാക്കുക എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേറ ജെൽ എടുക്കുക. അതായത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അലോവേറ ജെൽ എടുക്കാം. അതിലോട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കുറച്ച് കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൽമണ്ട് ഓയിൽ ഇല്ലാത്ത ആൾക്കാർ, അതായത് ബദാം ഓയിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ആ പാക്ക് നിങ്ങൾ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ടിപ്പ് നമ്പർ 4 ഐ സെറംസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ സെറംസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുള്ള സെറംസ് വേണം നമ്മൾ ട്രൈ ചെയ്യാനായിട്ട്. വിറ്റാമിൻ സി സെറംസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനായിട്ട് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പഫിനെസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഫെയിൻ അടങ്ങിയിട്ടുള്ള സെറംസ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ കഫെയിൻ അടങ്ങിയിട്ടുള്ള സെറംസ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ട് ആവശ്യമുള്ള 3 കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. കോഫി, അതേപോലെ കോക്കനട്ട് ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നല്ലത് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം എണ്ണയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. ഹെയറിൽ നമുക്ക് സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം മാറാനായിട്ട് ബദാം ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആൽമണ്ട് ഇത് തന്നെ നമുക്ക് ഫേസ് ഓയിൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആൽമണ്ട് ഓയിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ ആയിട്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആൽമണ്ട് ഓയിലാണ്. സോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം ഓയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ബദാം ഓയിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. 1 സ്പൂണോളം കോഫി പൗഡർ മതിയാവും. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ അതിങ്ങനെ മാറ്റി വെക്കുക. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ബ്രൂ കോഫി ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറി നിൽക്കും. ബ്രൂ കോഫി അല്ല, ഏത് കോഫി പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കോഫി പൗഡർ ആണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും അതൊന്ന് ആ ഓയിൽ മാത്രം ഒന്ന് മാറി വരാനായിട്ട്. ബ്രൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും, 1 ദിവസം കൊണ്ട് തന്നെ സെറ്റ് ആയിക്കോളും. നോർമൽ കോഫി പൗഡർ ആണെങ്കിൽ നിങ്ങൾ 2 ദിവസം ടൈം കൊടുത്താൽ മതി, സെറ്റ് ആയിക്കോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നോർമൽ കോഫി പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബ്രൂ കോഫിയൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല, നോർമലായിട്ട് ആ എണ്ണ മാത്രം വന്നോളും. അപ്പോൾ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഡെയിലി നൈറ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അത് യൂസ് ചെയ്ത് നോക്കും, നല്ല
റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. ഞാനൊരു 4 കൊല്ലം മുന്നാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈം മുതൽ ഞാൻ യൂസ് ചെയ്ത് വന്നൊരു സാധനമാണ്. എനിക്ക് ഡാർക്ക് സർക്കിളിൻ്റെ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അതെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രമല്ല എൻ്റെ കസിൻസ് എല്ലാവരും കംപ്ലീറ്റ്ലി അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സാധനം കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെങ്കിലും നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് വർക്ക് ആയിക്കോളും. ഓക്കെ, പിന്നെ കണ്ണ് കുഴിഞ്ഞു പോയിട്ടാണ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ വരുന്നതെങ്കിൽ നമുക്ക് ആ കുഴിഞ്ഞു പോയ കണ്ണാണ് ആദ്യം ശരിയാക്കി എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് പറ്റിയ ഒരു DIY റെമഡി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1.8 ലാക്ക് ആൾക്കാർ അത് കണ്ടിട്ടുമുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ റിസൾട്ട് കിട്ടിയ ആൾക്കാരിലേക്ക് ഞാൻ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. 100% ആയിട്ട് എഫക്റ്റീവായിട്ട് വർക്കാവുന്ന ഒരു സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടി ബെൽ ബട്ടൺ കൂടി ഉണ്ടാവും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലാണ് ഞാൻ ഇനി പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.